എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. +2 ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി 4 ക്ലാസ്സുകൾ ഇട്ട് കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡൈപോളും അതുമായി ബന്ധപ്പെട്ടുള്ള 2 ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആ ക്ലാസ്സുകൾ കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ആ ക്ലാസ്സുകൾ കാണാം. ഡെറിവേഷൻസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ലോങ് ആൻസർ 5 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആണ് വരിക. അപ്പോൾ ഇന്നും അടുത്ത ക്ലാസ്സിലുമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഗോസസ് തിയറം ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ് ആണ്. ഈ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് പരീക്ഷ 12ാം ക്ലാസ്സിൻ്റെ നമ്മൾ cbse +12 ആയാലും നമ്മുടെ +2 ആയാലും ഷുവറായിട്ട് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏത് പരീക്ഷയ്ക്കായാലും ഷുവറാണ്, 100% ഷുവറാണ്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഷുവറാണ്. ഓക്കെ, ഈ ഗോസസ് തിയറത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇല്ലാണ്ട് ഒരു പരീക്ഷാ പേപ്പർ ഉണ്ടാവാറില്ല. ഓക്കെ, അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇനി പറയുന്ന കാര്യങ്ങൾ. അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് കടക്കാം. ഫസ്റ്റ് ഗോസസ് തിയറം, പിന്നെ പ്രൂഫ് ഓഫ് ഗോസസ് തിയറം, പിന്നെ കുലോംസ് ലോ ഫ്രം ഗോസസ് തിയറം, പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ലൈൻ ചാർജ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഗോസസ് തിയറത്തിൻ്റെ അപ്ലിക്കേഷൻസ് ആണ്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ലൈൻ ചാർജ്. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യും. ഓക്കെ, അപ്പം എന്താണ് ഗോസസ് തിയറം നോക്കാം. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്: ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് എൻക്ലോസിങ് എ ചാർജ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജ് എൻക്ലോസ്ഡ്. സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കണം. The total electric flux through a closed surface enclosing a charge is equal to 1/ε0 times the magnitude of the charge enclosed. അതായത് ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോം എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് നമ്മൾ എഴുതുന്നത് φ ആണ്. φ is equal to q divided by ε0. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഗോസസ് തിയറം പ്രകാരം നമുക്ക് ഒരു ക്ലോസ്ഡ് സർഫസിൽ ക്യൂ എമൗണ്ട് ഓഫ് ചാർജാണ് അതിൽ എൻക്ലോസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് φ is equal to q/ε0. അതേസമയം ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഡെഫിനിഷൻ ഉണ്ട്. ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഡെഫിനിഷനിൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് φ is equal to സർഫസ് ഇൻ്റഗ്രൽ ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ E.ds ആണ്. അതായത് ഈ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ds ഏരിയ വെക്ടറാണ് ds എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം φ is equal to ക്ലോസ്ഡ് ഇൻ്റഗ്രൽ E.ds. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കമ്പൈൻ ചെയ്താൽ എന്ത് പറയാൻ പറ്റും? ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ E.ds is equal to q/ε0. അപ്പോൾ ഇങ്ങനെ ഇതിനെ നമുക്ക് വേറൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയാം. ഇഫ് എ ക്ലോസ്ഡ് സർഫസ് എൻക്ലോസസ് എ ചാർജ് then surface integral of electric field over the closed surface is equal to 1/ε0 times the charge enclosed. അങ്ങനെയും പറയാം. പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റ് ആണ് നമുക്ക് ഈസി ആയിട്ട് വരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ഒരു ഇലക്ട്രിക് ചാർജ്, ഒരു പോയിൻ്റ് ഇലക്ട്രിക് ചാർജ് Q, O എന്നുള്ള പോയിന്റ് O എന്നുള്ള ഒരു പോയിന്റിൽ നമ്മളൊരു ചാർജ് Q എമൗണ്ട് ഓഫ് ചാർജ് എടുത്തു. ഓക്കെ, അപ്പം ഇതിന് ചുറ്റും നമ്മൾ ഈ ചാർജ് എൻക്ലോസ് ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് സർഫസ് കാണണം. അപ്പോൾ നമ്മൾ അതിനൊരു സ്ഫെറിക്കൽ സർഫസ് അതിന് ചുറ്റും ഇമാജിൻ ചെയ്തു. ആ സ്ഫെറിക്കൽ സർഫസാണ് ഈ Q എമൗണ്ട് ഓഫ് ചാർജ് എൻക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ആ സർഫസിലെ ഒരു സ്മോൾ എലമെൻ്റൽ ഏരിയ ds എടുക്കാം നമുക്ക്. അപ്പം ഈ Q ഉള്ള സ്ഥലത്ത് നിന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? നമുക്ക് റേഡിയസ് ആണ്. ആ റേഡിയസ് എത്രയാണ്? നമുക്ക് അതിൻ്റെ യൂണിറ്റ് വെക്ടർ r എന്ന് എടുക്കാം. ഓക്കെ, അപ്പം ഇവിടുത്തെ ഏരിയ വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ വെക്ടർ ds, ഇറ്റ് ഇസ് പെർപെൻഡിക്കുലർ ടു ദാറ്റ് സർഫസ്. അതേപോലെ തന്നെ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പോസിറ്റീവ് ചാർജാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇസ് എവേ ഫ്രം ദ പോസിറ്റീവ് ചാർജ്. അപ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റുന്നത് ഇലക്ട്രിക് ഫീൽഡ് E is equal to 1/4πε0 q divided by r square into യൂണിറ്റ് വെക്ടർ r. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അപ്പം ഇവിടെ ഒരു സ്മോൾ എലമെൻ്റൽ ഏരിയ ds എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടിയുള്ള സ്മോൾ ഫ്ലക്സ് ഏതായിരിക്കും? dφ എന്ന് എടുത്തു കഴിഞ്ഞാൽ dφ is equal to E.ds. E എത്രയാണ്? 1/4πε0 q divided by r square into യൂണിറ്റ് വെക്ടർ r dot ds. അപ്പോൾ ഈ യൂണിറ്റ് വെക്ടർ ആറും ഏരിയ വെക്ടർ dsഉം ഒരേ ഡയറക്ഷനിലാണ്.
അപ്പം ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ഡെഫിനേഷൻ പ്രകാരം എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ. അപ്പോൾ തീറ്റ ഇവിടെ 0 ആണ് വരിക. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും ഡി ഫൈ ഈസ് ഈക്വൽ ടു 1/4 പൈ എപ്സിലോൺ 0 q divided by r square ds, because r dot ds is equal to r ds cos 0, that is equal to r ds. Okay, അപ്പം d phi is equal to 1/4 pi epsilon 0 q by r square ds. നമുക്ക് എന്താ കണ്ടത്? ടോട്ടൽ ഫ്ലക്സ്. അപ്പം ടോട്ടൽ ഫ്ലക്സ് phi is equal to integral d phi അല്ലേ? integral d phi over the closed surface s, that is equal to integral, ഇത് ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ആണ്, 1/4 പൈ എപ്സിലോൺ 0 q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഡി എസ്. അപ്പം ഈ ആർ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആ സർഫസിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, ക്യൂ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പം നമുക്ക് 1/4 പൈ എപ്സിലോൺ 0 q ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എസ്. ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഏരിയ. അപ്പം ഇതൊരു സ്ഫെറിക്കൽ സർഫസ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സ്ഫിയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? സർഫസ് ഏരിയ ഓഫ് ദ സ്ഫിയർ 4 പൈ ആർ സ്ക്വയർ ആണ്. അപ്പം 1/4 പൈ എപ്സിലോൺ 0 q ബൈ ആർ സ്ക്വയർ ഇൻ്റഗ്രൽ ഡി എസ് ഇസ് ഈക്വൽ ടു എസ്, ടോട്ടൽ സർഫസ് ഏരിയ, മൾട്ടിപ്ലൈഡ് ബൈ 4 പൈ ആർ സ്ക്വയർ. അപ്പോൾ ഇവിടെ 4 പൈ ക്യാൻസൽ ആവും, ആർ സ്ക്വയർ ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? q ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 എന്ന് കിട്ടും. അതായത് നമ്മുടെ ഗോസസ് തിയറം എന്താണ്? phi is equal to q by epsilon 0. ഇതാണ് നമ്മുടെ ഗോസസ് തിയറത്തിൻ്റെ പ്രൂഫ്. അപ്പോൾ ഇവിടെ ഞാനൊരു സ്ഫെറിക്കൽ സർഫസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്ഫെറിക്കൽ, ഞാൻ എന്തിനാണ് സ്ഫെറിക്കൽ സർഫസ് എടുത്തത്? ഈ ചാർജ് എൻക്ലോസ് ചെയ്യുന്ന ക്ലോസ്ഡ് സർഫസ്, നമ്മുടെ ഗോസസ് തിയറം പ്രകാരം ഗോസസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ക്ലോസ്ഡ് സർഫസിലാണ്. അതായത് ഒരു സർഫസ് എടുക്കണം, ആ ഒരു ചാർജ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സർഫസ് നമ്മൾ എടുക്കണം. ആ സർഫസിൽ അവിടെയുള്ള ഏതൊരു പോയിന്റിലും നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്താൽ ആ സർഫസിൽ എല്ലാ സ്ഥലത്തും ഇലക്ട്രിക് ഫീൽഡ് സെയിം ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു സർഫസാണ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെ ഇമാജിൻ ചെയ്യുന്ന ഒരു സർഫസിൻ്റെ പേരാണ് എന്ത്? ഗോഷ്യൻ സർഫസ്. അപ്പം പലതരത്തിലുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പഠിച്ചതാണ്. ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അല്ലേ? അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻ വരുമ്പം ആ ചാർജിനെയൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു സർഫസ് നമുക്ക് ഇമാജിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പം ഗോഷ്യൻ സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോഷ്യൻ സർഫസ് അറൗണ്ട് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ is a closed surface such that the electric field intensity at all points on the surface is same and the electric flux through the surface is along the normal to the surface. അതൊരു ഇമാജിനറി സർഫസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്ന ഡെറിവേഷൻസിലൊക്കെ നമ്മളൊരു ഗോഷ്യൻ സർഫസ് ഇമാജിൻ ചെയ്യും. ഓക്കെ, അപ്പം ഇതങ്ങനെ നിങ്ങളത് അറിഞ്ഞിരുന്നാൽ മതി. ഇത് അങ്ങനെ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാര്യം അറിഞ്ഞിരിക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ്. ഇതൊരു 3 മാർക്കിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡെഡ്യൂസ് കുളോംസ് ലോ ഫ്രം ഗോസസ് തിയറം. കുളോംസ് ലോ നമുക്കറിയാം. കുളോംസ് ലോ എന്താണ്? 2 ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സിൻ്റെ ഇക്വേഷൻ തരുന്നതാണ് എന്ത്? കുളോംസ് ലോ. അപ്പോൾ ആ കുളോംസ് ലോ നമ്മൾ എന്ത് ചെയ്യണം? അത് ഈ ഗോസസ് തിയറത്തിൽ നിന്ന് ഡെഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, 2 ചാർജസ് പ്ലസ് Q1 ആൻഡ് പ്ലസ് Q2 സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് R അല്ലേ? അത് ഡിസ്റ്റൻസ് ആറിലാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇമാജിൻ 2 point charges Q1 and Q2. They are placed at the points, let's say A and B, at a distance R apart in vacuum. Okay, അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് E is the magnitude of electric field at the location of the point charge Q2 due to the charge Q1. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇത് പോസിറ്റീവ് ചാർജസ് ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ളത് away from the positive charge ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ പോയിന്റ് ചാർജ് Q2 ഡ്യൂ ടു ദ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് Q1 is equal to F is equal to Q2 into E. എന്താണിത്? ഈ Q1 കാരണം Q2 എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്ത്? Q1ൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കാരണം Q2 എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്ത്? Q2 into E. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ,
ഈ Q1ന് ചുറ്റുമായിട്ട് നമുക്കൊരു Q1ഉം Q2 ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഗോഷ്യൻ സർഫസ്, അതായത് ഒരു സ്ഫെറിക്കൽ ഗോഷ്യൻ സർഫസ് ആണ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നത്. ഓക്കെ, ആ സ്ഫെറിക്കൽ ഗോഷ്യൻ സർഫസിൻ്റെ സെൻറ്റർ ആണ് എന്ത്? എ. ഓക്കെ, അപ്പം ഗോസസ് തിയറം പ്രകാരം ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു Q ബൈ എപ്സിലോൺ 0. അതിൽ എൻക്ലോസ് ചെയ്തിരുന്ന ചാർജ് എത്രയാണ്? Q1 അല്ലേ? അപ്പോൾ Q1 ബൈ എപ്സിലോൺ 0. അപ്പം ഇവിടെ ഇലക്ട്രിക് ഫീൽഡും ഇവിടെ ഞാനൊരു സ്മോൾ എലമെൻ്റൽ ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഡി എസ് വെക്ടറും സെയിം ഡയറക്ഷനിലാണ്. അപ്പം ഇ ഡോട്ട് ഡി എസ് എന്നുള്ള എന്താണ്? ഇ ഡി എസ് ആയിട്ട് മാറും. അപ്പം നമുക്ക് എഴുതാൻ പറ്റും Q1 ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ഇസ് ഈക്വൽ ടു ടോട്ടൽ, ഓക്കെ, ഇ ഇൻറ്റു ഇൻറ്റഗ്രൽ ഡി എസ്. ഇൻറ്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇ ഇൻറ്റു ഡി എസ്, ടോട്ടൽ സർഫസ് ഏരിയ. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ എന്താണ്? 4πr². അപ്പോൾ Q1 ബൈ എപ്സിലോൺ 0 ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു 4πr². ഓക്കെ, അപ്പം നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? ടോട്ടൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ Q2 ഇൻറ്റു ഇ ആണ്. അപ്പം Q1 ബൈ എപ്സിലോൺ 0 ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു 4πr². ഇവിടെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ കിട്ടും. ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസ് ഈക്വൽ ടു 1/4π എപ്സിലോൺ 0 Q1 ഡിവൈഡഡ് ബൈ r². അപ്പം നമുക്ക് ഇതിനെ ഇക്വേഷൻ 1ഉം ഇതിനെ ഇക്വേഷൻ 2 എന്ന് എഴുതിയാൽ 1ഉം 2ഉം നോക്കിക്കഴിഞ്ഞാൽ എഫ് ഇസ് ഈക്വൽ ടു Q2 ഇൻറ്റു ഇ ഈസ് ഈക്വൽ ടു ഇത്. അപ്പോൾ നമ്മൾ എഫിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Q2 മൾട്ടിപ്ലൈഡ് ബൈ 1/4π എപ്സിലോൺ 0 Q1 ഡിവൈഡഡ് ബൈ r². ഇത് നോക്കൂ നിങ്ങൾ, ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/4π എപ്സിലോൺ 0 Q1 Q2 ഡിവൈഡഡ് ബൈ r². ഇതെന്താണ്? നമ്മുടെ കൂളോംസ് ലോ ആണ്. രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് ഡിഫൈൻ ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ആണ് ഇത് കൂളോംസ് ലോ. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു 1/4π എപ്സിലോൺ 0 Q1 Q2 ഡിവൈഡഡ് ബൈ r². അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൂളോംസ് ലോ ഗോസസ് തിയറത്തിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. നന്നായിട്ട് പഠിക്കുക, ഒരു 3 മാർക്കിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി ചെയ്യാൻ പോകുന്നത് ഒരുപാട് ഡെറിവേഷൻസ് ഉണ്ട്. അപ്പം ഞാൻ ഇന്നൊരു ഗോസസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ ഒരു ഡെറിവേഷൻ ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബാക്കി 3 ഡെറിവേഷൻസ് ചെയ്യും. ഓക്കെ, എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ലൈൻ ചാർജ്. ലൈൻ ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് പോസിറ്റീവ് ചാർജ് ഇങ്ങനെ ഒരു കണ്ടക്ടറിൽ പോസിറ്റീവ് ചാർജസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതാ പോസിറ്റീവ് ചാർജ് ഡിസ്ട്രിബ്യൂട്ടായി. അപ്പം ഇങ്ങനെയുള്ളൊരു ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോകുന്ന ഗോഷ്യൻ സർഫസിൻ്റെ ഷേപ്പാണ് എന്ത്? സിലിണ്ട്രിക്കൽ ഗോഷ്യൻ സർഫസ്. അപ്പോൾ ഈ ലൈൻ ചാർജിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും എടുക്കണം. അപ്പം ഇവിടെ സ്ഫിയർ എടുത്തു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഇലക്ട്രിക് ഫീൽഡ് സെയിം ആക്കാൻ പറ്റില്ല. എന്താണ്? ഇതൊരു ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ നമ്മൾ വി ഹാവ് ടു ഇമാജിൻ എ സിലിണ്ട്രിക്കൽ ഗോഷ്യൻ സർഫസ് ഹൂസ് റേഡിയസ് ഇസ് ആർ. ഓക്കെ, അതിൽ നമ്മളൊരു ചെറിയ എലമെൻ്റൽ ഏരിയ ഡി എസ് ഇമാജിൻ ചെയ്യും. ഇവിടെ ഒരു പോയിന്റ് പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് അവേ ഫ്രം പോസിറ്റീവ് ചാർജ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇ എന്ന് തന്നെ എഴുതാനുണ്ട്. ഇ എന്ന് പറഞ്ഞത് ഇറ്റ്സ് അവേ ഫ്രം ദ പോസിറ്റീവ് ചാർജ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഡയഗ്രം. നന്നായിട്ട് പഠിക്കുക. പിന്നെ ലെങ്ത് ഓഫ് ദ സിലിണ്ട്രിക്കൽ ഗോഷ്യൻ സർഫസ് നമുക്ക് എൽ എന്ന് എടുക്കാം. അപ്പം നമ്മുടെ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഡെഫിനേഷൻ പ്രകാരം ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ് ആണ്. അപ്പം ഇ മൾട്ടിപ്ലൈഡ് ബൈ ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദിസ് ടോട്ടൽ കർവ്ഡ് സർഫസ്. ഓക്കെ, ഇവിടെ എന്താണ്? ഏരിയ ഓഫ് ദ കർവ്ഡ് സർഫസ് ഓഫ് ദ സിലിണ്ടർ ഹാവിങ് റേഡിയസ് ആർ ആൻഡ് എൽ. അപ്പം ഇ ഇൻറ്റു 2πrl. എന്തുകൊണ്ടാണ് നമ്മൾ ഈ സൈഡിലും താഴെയുള്ള സർക്കുലാർ ഷേപ്പിൻ്റെ അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് എൻക്ലോസ് ചെയ്യുന്നത് എവിടെയാണ്? കർവ്ഡ് സർഫസ് ആണ് ആ ഗോഷ്യൻ സർഫസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പം ഇ ഇൻറ്റു 2πrl ആണ് എന്ത്? ഫൈ. അതേസമയം ഫൈ ഇസ് ഈക്വൽ ടു Q ബൈ എപ്സിലോൺ 0. ഇനി ഇത് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പം ചാർജ് നമുക്ക് ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ ഇസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ എൽ ഓർ Q ഇസ് ഈക്വൽ ടു ലാംഡ മൾട്ടിപ്ലൈഡ് ബൈ എൽ.
അപ്പോൾ എന്ത് പറ്റും? phi is equal to q by epsilon 0 ആണ്. അപ്പം ലാംഡ എൽ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 എന്ന് കിട്ടും. അപ്പം E is equal to നമ്മുടെ ഇ ഇൻറ്റു 2πr എന്ത്? ഫൈ. അപ്പോൾ ആ രണ്ട് ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്യാം. ഇ ഇൻറ്റു 2πrl ഇസ് ഈക്വൽ ടു ലാംഡ എൽ ബൈ എപ്സിലോൺ 0. അപ്പം എല്ലും എല്ലും ക്യാൻസലായി. അപ്പം നമുക്കിവിടെ എന്ത് കിട്ടും? അപ്പം ഇതിന്ന് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഇ ഇസ് ഈക്വൽ ടു ഈ 2π എൽ ക്യാൻസലായി. അപ്പോൾ 2πrനെ താഴേക്ക് കൊണ്ടുവരാം. അപ്പോൾ 1/2π എപ്സിലോൺ 0 ലാംഡ ഡിവൈഡഡ് ബൈ ആർ. ഇതാണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ. അപ്പം ഇലക്ട്രിക് ഫീൽഡ് 1/r ആണ് എന്ത്? ഇൻവേഴ്സ് പ്രൊപ്പോർഷണലായിട്ട് വരുന്നത്. അവിടെ E is proportional to 1/r. അപ്പോൾ ഇവിടെ ലാംഡ എന്ന് പറയുന്നത് ലീനിയർ ചാർജ് ഡെൻസിറ്റി. ഇതിനാണ് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്താണെന്ന്. അതിൻ്റെ യൂണിറ്റ്സും എല്ലാം നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എടുത്തു. അതിൻ്റെ ചുറ്റും ഇമാജിൻ ചെയ്ത് ഒരു സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസ് ഇമാജിൻ ചെയ്തു. പിന്നെ നമ്മൾ ഫ്ലക്സിൻ്റെ ഡെഫിനിഷൻ എഴുതി. ഇ ഇൻറ്റു ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ 2πrl. അതേസമയം ആസ് പെർ ഗോസസ് തിയറം phi is equal to q by epsilon 0. പിന്നെ ക്യൂവിൻ്റെ ഇക്വേഷൻസ് ഇത് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് ലാംഡാൻ്റെ ടേമിൽ വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലാംഡ is equal to q by l. അപ്പോൾ q is equal to ലാംഡ l എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ E ഈക്വൽസ് 1/2π എപ്സിലോൺ 0 ലാംഡ ഡിവൈഡഡ് ബൈ ആർ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ കണ്ടിന്യൂഷൻ. ഓക്കെ. അപ്പോൾ ഇന്ന് പഠിച്ച ഗോസസ് തിയറത്തിൻ്റെ പ്രൂഫ്, കുളോംസ് ലോ ഫ്രം ഗോസസ് തിയറം, പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ലൈൻ ചാർജ്. ഇത്രയും നന്നായിട്ട് എഴുതി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗോസസ് തിയറത്തിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അവിടെ നമ്മൾ 4 ഡെറിവേഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ്. ഇതൊക്കെ ഷുവറായിട്ട് ഇതൊന്നും ഡെറിവേഷൻ ഇല്ലെങ്കിൽ ന്യൂമറിക്കൽ ഉറപ്പാണ്. ഓക്കെ. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ്, ഡ്യൂ ടു 2 ഇൻഫൈനൈറ്റ് പ്ലെയിൻ പാരലൽ ഷീറ്റ്സ് ഓഫ് ചാർജ്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ് സ്ഫെറിക്കൽ ഷെൽ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ സോളിഡ് സ്ഫിയർ ഓഫ് ചാർജ്. ഇത്രയും ഡെറിവേഷൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ ക്ലാസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. ഇത് കഴിഞ്ഞാൽ ഈ ക്ലാസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ തീരും. പിന്നെ ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലുള്ള എക്സസൈസ്. സ്കൂളിലെല്ലാം ടീച്ചർമാർക്ക് ഇത്രയൊന്നും ചെയ്തു തരാൻ സമയം ഉണ്ടാവില്ല, ടെക്സ്റ്റ് ബുക്കിൻ്റെ എക്സസൈസ് ഒന്നും. പക്ഷെ നമ്മളത് പഠിച്ചിരിക്കണം. അപ്പോൾ ടെക്സ്റ്റ് ബാക്ക് എക്സസൈസസ് ആണ് അടുത്ത ക്ലാസ് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തെ ക്ലാസ്സിൽ നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. നന്നായിട്ട് പഠിക്കുക. ഓക്കെ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ബൈ.